ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനാവുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ അയാം ഗെയിമിന് വലിയ ഹൈപ്പാണുള്ളത്. ആർ.ഡി.എക്സ് എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനം കവർന്ന നഹാസ് ഹിദായത്താണ് സിനിമയുടെ സംവിധാനം. ഇപ്പോഴത്തെ സിനിമയുടെ അപ്ഡേറ്റ് പങ്കിട്ടിരിക്കുകയാണ് സംവിധായകൻ. ഓഗസ്റ്റിൽ ദുൽഖർ സൽമാൻ അയാം ഗെയിമിൻ എന്ന സിനിമയുടെ കൊച്ചി സെറ്റിൽ ജോയിൻ ചെയ്യും. പെപ്പയുടെ ലുക്ക് സിനിമയിൽ ഉടനീളം അതുതന്നെ ആയിരിക്കുമെന്ന് നഹാസ് പറഞ്ഞു. ആർ.ഡി.എക്സ് സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ അയാം ഗെയിം സിനിമയുടെ കാര്യം ദുൽഖറുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുമാത്രമല്ല, ദുൽഖർ നിർമ്മിക്കുന്ന ലോക എന്ന ചിത്രം ഗംഭീരമായിരിക്കുമെന്നും സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ ആണെന്നും നഹാസ് പറഞ്ഞു. സിനിമയെക്കുറിച്ച് മറ്റൊന്നും തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഹാസ് ഹിദായത്തിൻ്റെ കഥയിൽ സജീവ് ബാബ, വിലായത്ത് മൊയ്തു, ഇസ്മയിൽ, അബൂബക്കർ എന്നിവർ ചേർന്നാണ് അയാം ഗെയിമിൻ്റെ സിനിമയ്ക്കായി തിരക്കഥ ഒരുക്കുന്നത്. ജിൻഷി ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ചമൻ ചാക്കോ ആണ്. ജെയ്സ് ബിജോയിയാണ് സിനിമയ്ക്കായി സംഗീതം നൽകുന്നത്. അതേസമയം ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാം ചിത്രമാണ് ലോക. കല്യാണി പ്രിയദർശൻ നായികയാവുന്ന ചിത്രത്തിൽ നസ്ലിനാണ് നായകനാവുന്നത്. ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായിട്ടാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ഡൊമിനിക് ആറൻ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. ലോക എന്ന പേരുള്ള സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ചിത്രം കൂടിയാണ് ഇത്.